ഹലോ, ഗുഡ് മോർണിംഗ് ഗൈസ്. ഇന്നത്തെ ചെമ്പനീർ പൂവിൻ്റെ കഥ കേൾക്കണ്ടേ. ഇന്നത്തെ ചെമ്പനീർ പൂവിൽ ഇന്നലെ ബിരിയാണി കഴിക്കായിരുന്നല്ലോ, എല്ലാവരും കൂടിയിട്ട് ബിരിയാണി കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് ശ്രുതി കിടക്കാൻ വേണ്ടി റൂമിലേക്ക് വന്ന സമയത്ത് ചന്ദ്രമതി പിന്നാലെ വന്നിട്ട് ചോദിച്ചു, നീ എന്തിനുള്ള പുറപ്പാടാണ്? അപ്പോൾ പറയും, ഞാൻ ഭക്ഷണം കഴിച്ചാലും ഒന്ന് കിടക്കട്ടെ ആൻറ്റി പറയും. അപ്പം ഞാൻ ആ ചാപ്റ്റർ അവസാനിപ്പിച്ചെന്ന് വിചാരിച്ചിട്ടാണോ നീ ഇരിക്കണ? എന്താ നിൻ്റെ അച്ഛൻ മലേഷ്യയിൽ നിന്ന് വന്നു എന്ന് പറഞ്ഞിട്ട് ഇവിടേക്ക് എത്താത്ത? സത്യം പറ, നീ എന്നോട് കള്ളം പറയില്ല, നീ ഓരോ ഒഴിവുകൾ പറയല്ലേ ശ്രുതി. നീ പറയേണ്ടതൊക്കെ സത്യമാണ്. എനിക്കിപ്പോൾ ഭയങ്കര വിശ്വാസക്കുറവുണ്ട് നിന്നെ. നീ പറയേണ്ടത്, നീ ഓരോ നുണകൾ പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണെന്നൊക്കെ പറയണത്. അല്ല ആൻറ്റി, എനിക്ക് ആൻറ്റിയോട് എന്തിനാണ് നുണ പറയണത്? എനിക്ക് നുണ പറയേണ്ട ആവശ്യം എന്താ? സത്യമായിട്ട് അച്ഛനെ വിളിച്ചിട്ട് കിട്ടാത്തതുകൊണ്ടാണ്. ഇളയച്ചനെ വിളിച്ചിട്ട് ഇളയച്ചൻ ഫോൺ കൊടുക്കണില്ല പറയണ ശ്രുതി. അപ്പോൾ ചന്ദ്രമതി പറയണ, എല്ലാവരും വിശ്വസിക്കുന്ന പോലെ ഞാൻ വിശ്വസിക്കില്ല. ശ്രുതി വിശ്വസിക്കും നിന്നെ, പക്ഷെ ഞാൻ വിശ്വസിക്കുന്നെന്ന് വിചാരിക്കണ്ട. എന്തായാലും നിൻ്റെ അച്ഛൻ ഇവിടെ വന്നേ പറ്റൂ എന്ന് പറയാണ്, ഭീഷണിയുടെ സ്വരത്തിൽ പറയാണ് ചന്ദ്രമതി. അങ്ങനെ നിൻ്റെ അച്ഛൻ ഇവിടെ വന്നില്ല എന്നുണ്ടെങ്കിൽ നീ ഇവിടെ നിൽക്കണോ നിൽക്കണ്ടേന്ന് ശ്രുതിയോട് പോലും ചോദിക്കാതെയൊക്കെ തീരുമാനിക്കേണ്ടി വരും എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്. അപ്പോൾ ശ്രുതി കരയുമ്പോൾ പറയണം, നീ കരഞ്ഞിട്ടൊന്നും എന്നെ വീഴ്ത്തണമെന്ന് വിചാരിക്കേണ്ട, ഇത് ചന്ദ്രമതിയാന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രമതി അവിടെ നിന്ന് ഇറങ്ങിപ്പോകണം റൂമിൽ നിന്ന്. അപ്പോൾ ശ്രുതി ഇങ്ങനെ ഇരുന്നിട്ട് കരയാണ്. അത് കഴിഞ്ഞിട്ട് രേവതിയുടെ റൂമിൽ രേവതി സച്ചിയും കൂടിയിട്ട് സംസാരിക്കുക. സച്ചി വെള്ളം കുടിക്കുമ്പോൾ, സച്ചിയേട്ട ചീരക്ക വെള്ളം കുടിക്കുക, ബിരിയാണി കഴിച്ചതല്ലേ എന്ന് പറയാണ്. എന്നിട്ട് പറയണേ, ഞാൻ വിചാരിച്ചു ബിരിയാണി ബാക്കി വരുന്നു, പക്ഷേ എല്ലാവരും നന്നായി കഴിച്ചു, മുഴുവൻ കഴിഞ്ഞു, എല്ലാവരും കഴിച്ചിട്ട് മുഴുവൻ കഴിഞ്ഞു എന്നൊക്കെ പറയാണ് രേവതി. അപ്പോൾ സച്ചി പറയാം, അതിനല്ലേ ഞാൻ വാങ്ങിക്കൊണ്ടുവന്നത്, നല്ല സ്ഥലത്തു നിന്നല്ലേ വാങ്ങിച്ച് വെക്കുകയാണ്. അപ്പോൾ വാങ്ങിയല്ലോ, നിങ്ങളല്ലേ പറഞ്ഞു, നിങ്ങളുടെ കൂട്ടുകാരൻ റഹീം തന്നതാണ് നേർച്ച ബിരിയാണി എന്നൊക്കെ നിങ്ങളല്ലേ പറഞ്ഞു, പിന്നെ ഇപ്പം എന്താ നിങ്ങൾ വാങ്ങിയതാന്ന് പറയണത്? അവൻ നേർച്ച ബിരിയാണി തന്നത് ഞാൻ വാങ്ങി കൊണ്ടുവന്നതാണല്ലോ, അതുകൊണ്ടാണല്ലോ ഞാൻ പറഞ്ഞതെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കിടന്നുരുളാണ്. അപ്പോൾ രേവതി പറയുന്നത്, സച്ചിയേട്ട എന്നോട് നുണ പറയേണ്ട, സത്യം പറ, നിങ്ങൾ ആ ബിരിയാണി മേടിച്ചു കൊണ്ടുവന്നല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ സച്ചി പറയും, അല്ല രേവതി, ഞാനത് വാങ്ങിയത് എൻ്റെ കൂട്ടുകാരെന്ന്, നിങ്ങൾക്ക് അങ്ങനെ റഹീം പറഞ്ഞിട്ടൊരു കൂട്ടുകാരില്ലല്ലോ, നിങ്ങളുടെ ടാക്സി സെൻ്ററിലെ ഫ്രണ്ട്സിനെ മുഴുവൻ എനിക്കറിയാലോ പറയാണ് രേവതി. അപ്പോൾ സച്ചി പറയാണ്, അല്ല രേവതി, സത്യമായിട്ടും ഞാനത് നേർച്ച ബിരിയാണി ആയിട്ട് കൊണ്ടുവന്നെ പറയണേ, ഈ നുണ നിങ്ങൾ എന്നോട് പറയണ്ട, നിങ്ങൾ ആരോടും വേണമെങ്കിൽ പറഞ്ഞു എന്ന് പറയണം. അപ്പോൾ സച്ചി വേഗം പോയി വാതിൽ കുറ്റിയിട്ടിട്ട് വന്നിട്ട് പറയാണ് രേവതിയോട്, രേവതി പറഞ്ഞ സത്യമാണ്, ഞാൻ ആ ബിരിയാണി മേടിച്ചു കൊണ്ടുവന്നതാണ്. കാരണം അമ്മ പട്ടിണി കിടന്ന് അച്ഛൻ പട്ടിണി കിടക്കുന്ന എനിക്ക് സഹിക്കില്ല, അതുകൊണ്ട് ഞാൻ ആ ബിരിയാണി മേടിച്ചു കൊണ്ടുവന്നതാണ്. എൻ്റെ 1500 രൂപ പോയാൽ എന്താ, എല്ലാവരും ഹാപ്പിയായിട്ട് മുഴുവൻ കഴിച്ചില്ലേ പറയാണ്. അപ്പോൾ രേവതി പറയണ, സച്ചേട്ടാ, നിങ്ങളെപ്പോലെ നിങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ, നിങ്ങൾ വേറെ ലെവലാണ് പറയുക. അപ്പോൾ അതെന്താ രേവതി, നീ എന്നെ അങ്ങനെ ഒരു ഷോപ്പിംഗ് അല്ല, നിങ്ങളെ വെറുക്കുന്നവരെ പോലും നിങ്ങൾ സ്നേഹിക്കണം. നിങ്ങളോട് ഒരു ദിവസം പോലും ഭക്ഷണം കഴിച്ചൊന്നും നിങ്ങളുടെ അമ്മ ചോദിക്കുന്നത് ഞാൻ കേട്ടിട്ടില്ല, പക്ഷെ നിങ്ങളുടെ അമ്മ ഭക്ഷണം കഴിക്കാതിരുന്നപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ പടഞ്ഞത് ഞാൻ കണ്ടു. നിങ്ങൾ അച്ഛനോടുള്ള സ്നേഹത്തിനെക്കാട്ടിലും കൂടുതൽ അമ്മയോടുള്ള സ്നേഹം കൊണ്ടല്ലേ നിങ്ങൾ ആ ഭക്ഷണം മേടിച്ചിട്ട് വന്നത് എന്നൊക്കെ ചോദിക്കണം. അപ്പോൾ സച്ചി പറയാം, പിന്നെ എങ്ങനെ ഉണ്ടാവാതിരിക്കും, എന്നെ ആദ്യമായിട്ട് ഊട്ടിയത് എൻ്റെ അമ്മയല്ലേ പറയണ സച്ചി കണ്ണൊക്കെ നിറഞ്ഞിട്ട്. അങ്ങനെ അവരുടെ ചർച്ച കഴിയുമ്പോൾ അപ്പോൾ രേവതിയോട് ചോദിക്കണം, നിങ്ങളോട് എനിക്കിപ്പോൾ സ്നേഹം കൂടി വരികയെന്ന് പറയാണ് രേവതി. അപ്പോൾ സച്ചി പറയാം, ആണോ, ഒന്ന് ഇങ്ങനെയെല്ലാം സ്നേഹം പ്രകടിപ്പിക്കേണ്ടത് പറഞ്ഞിട്ട് സച്ചി മെല്ലെ രേവതിയുടെ അടുത്തേക്ക് ചേർന്നിരിക്കുമ്പോൾ രേവതി പിടിച്ച് തള്ളിയിട്ട് പറയും, ട്രിപ്പില്ലേ, പോയി ട്രിപ്പിന് പോകുമെന്ന് പറഞ്ഞിട്ട് സച്ചിനെ അവിടെ നിന്ന് ഉന്തി മാറ്റി പറഞ്ഞയക്കണം. അതാണ് വേണ്ടത്. പിന്നെ പിറ്റേ ദിവസം പാർലറിൽ വെച്ചിട്ട് മീരയും ശ്രുതിയും തമ്മിൽ സംസാരിക്കണം. അപ്പോൾ ശ്രുതി പറയണു മീരയോട്, നമുക്ക് എന്തെങ്കിലും ചെയ്തേ പറ്റൂ, ആൻറ്റിക്ക് നല്ല സംശയമുണ്ട്, ആൻറ്റി ഇപ്പോൾ പണ്ടത്തെ പോലെ നല്ല എന്നെ എന്തായാലും അവിടെ നിന്ന് ഇറക്കി വിടുക സത്യങ്ങളല്ല. അപ്പോൾ മീര പറയണേ, നീ എല്ലാ സത്യങ്ങളും തുറന്ന് പറയുക ശ്രുതി, വീട്ടിലെല്ലാവരോടും തുറന്ന് പറയുക, എനിക്ക് അതിനെപ്പറ്റിയൊന്നും ചിന്തിക്കാൻ കൂടി വയ്യ പറയാണ്. അപ്പോൾ ശ്രുതി, അതൊന്നും നടക്കില്ല, നമുക്കൊരു കാര്യം ചെയ്യാൻ പറയാണ് മീര. അപ്പോൾ എന്താ ചോദിക്കുമ്പോൾ പറയാം, നിൻ്റെ അച്ഛനെ പോലെ ഒരാളേനെ നമുക്ക് ഇളയച്ചനെ ഇറക്കിയ പോലെ ഒരാളെ ഇറക്കാൻ പറയണേ. അതൊന്നും ശരിയാവില്ല, നമുക്കൊരു കാര്യം ചെയ്യാം, ഇളയച്ചനെ എന്നെ ഇറക്കിയിട്ട് നമുക്കൊരു കളിയും കൂടി കളിക്കാമെന്ന് പറയാണ് ശ്രുതി മീരയോട്. അങ്ങനെ അവർ ഇളയച്ചനെ ഒന്നും കൂടി ഇറക്കാനുള്ള പ്ലാനിങ്ങാണ്. അതിന് പിറ്റേ ദിവസം ചന്ദ്രോദയത്തിന് മുമ്പിൽ ഒരു കറുത്ത കാർ വന്ന് നിന്നു. അതിൽ നിന്ന് ഇറങ്ങണത് ആര്യ, നമ്മുടെ കഥാനായകൻ ശ്രുതിയുടെ ഇളയച്ചൻ ബീരാനിക്ക ഇറങ്ങി വരുന്നു. കോട്ടും സൂട്ടൊക്കെ ഇട്ടിട്ട് ഇറങ്ങി വന്ന ഉടനെ, എൻ്റെ ആദ്യത്തെ ഷെഡ്യൂൾ ശരിയായില്ല, ഇപ്രാവശ്യം ഞാൻ തകർത്ത് അഭിനയിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് എവിടെയാവോ ക്യാമറ എന്നൊക്കെ പറഞ്ഞിട്ട് 4 വശം നോക്കണു. സിറ്റ് ഔട്ടിലേക്ക് കയറണു, ഷൂ ഉരിമിറ്റത്തേക്ക് വലിച്ചെറിയണു. എന്നിട്ട് ഇവിടെ ആക്ഷൻ പറയാൻ ആരുമില്ലല്ലോ എന്നൊക്കെ പറയണു. എന്നിട്ട്
അല്ല ഞാൻ തന്നെ ചെയ്യാം പറഞ്ഞിട്ട് പോയിട്ട് വാതിൽ പിടിച്ചു കൊണ്ടുവന്ന സമയത്ത് വാതിൽ തുറക്കണില്ല. അപ്പോൾ വീരാനിക്ക കോളിംഗ് ബെല്ലടിക്കാൻ പറഞ്ഞു. കോളിംഗ് ബെല്ലടിക്കണം. അപ്പോൾ ഉള്ളിൽ ചന്ദ്രമതി ഇതാരെങ്ങനെ കോളിംഗ് ബെല്ലടിക്കണം ദേഷ്യത്തോട് കൂടിയിട്ട് വാതിൽ തുറക്കണോ. വീരാനിക്കയെ കാണുമ്പോൾ ചന്ദ്രമതിയുടെ മുഖം സന്തോഷത്താൽ വെട്ടണു. വരൂ ഇരിക്കൂ, നിങ്ങളെന്താ പെട്ടെന്ന് സർപ്രൈസായിട്ടെന്നൊക്കെ പറഞ്ഞു. ശ്രുതിമോളുടെ ഇളയച്ചൻ വന്നേക്കണം പറഞ്ഞു. എങ്ങും ഇല്ലാത്ത സ്നേഹമാണ് അപ്പോൾ ചന്ദ്രമതിക്ക് ശ്രുതിയോട്. അങ്ങനെ ഇളയച്ചൻ വന്നിട്ടുള്ള ഇളയച്ചനെ കാണുമ്പോൾ സച്ചിയും രേവതിയും കൂടിയിട്ട് അന്തം വിട്ട് നിൽക്കണേ. ഇതെന്താ ഇയാളിപ്പോൾ പെട്ടെന്ന് ഇവിടെ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ പരസ്പരം സംസാരിക്കുകയാണ്. അങ്ങനെ ഇളയച്ചൻ വന്ന് ലാൻഡ് ചെയ്ത ക്ലൈമാക്സിലാണ് നമ്മുടെ ഇന്നത്തെ ചെമ്പനീർപ്പൂവ് അവസാനിക്കുന്നത്. ഇനി നാളത്തെ കഥയുമായിട്ട് ഞാൻ നാളെ വരെ. എൻ്റെ കഥ കേട്ട് ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരെ എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, താങ്ക് യു.